ഹലോ മൈഡിയേഴ്സ്, അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് സമാന്തര ശ്രേണിയിലെ രണ്ട് അതായത് ജോഡിയുടെ തുക വരുമ്പോൾ ജോഡിയുടെ തുകയും ശ്രേണിയുടെ വരുമ്പോൾ മധ്യപദമൊക്കെ കാണുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം 3 എണ്ണത്തിൻ്റെ ഒന്ന് പറഞ്ഞു. ഇനി നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ നോക്കുവാണ്. ഒരു സമാന്തര ശ്രേണിയിലെ ഇപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചാണ്, അപ്പോൾ നമുക്കത് വേണ്ട. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങളുടെ തുക 30, ആദ്യത്തെ 7 പദങ്ങളുടെ തുക എത്രയാണ്? 140. അപ്പം 3 പദങ്ങളുടെ തുക എത്രയാണ്? 30. പിന്നെ ആദ്യത്തെ പദങ്ങളുടെ തുക 30, ആദ്യത്തെ 7 പദങ്ങളുടെ തുക 140 അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങളുടെ തുക 30, ആദ്യത്തെ 3 പദങ്ങളുടെ തുക 30. ആദ്യത്തെ 3 പദങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? x1 + x2 + x3 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 30 എന്ന് വരും. പിന്നെ എന്താ അടുത്ത് പറഞ്ഞിരിക്കുന്നത്? 30 ആദ്യത്തെ 7 പദങ്ങളുടെ തുക, അതായത് x1 x2 x3 അങ്ങനെ x1 തൊട്ട് x1 + x2 + അങ്ങനെ പോയി x7 വരെ അല്ലേ? 7 വരെ വരുമ്പോൾ ആദ്യത്തെ 7 പദങ്ങളുടെ തുക 140 ദാറ്റ് ഈസ് ഈക്വൽ ടു 140. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? 140 ആണ്. ശ്രേണിയിലെ 2-ാം പദം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2-ാമത്തെ പദം കാണാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പിന്നെ അതുപോലെ ശ്രേണിയിലെ 4-ാമത്തെ പദവും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? പിന്നെ ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ ഇതാണല്ലോ. അതായത് 1-ാം പദം 2-ാം പദം 3-ാം പദം 3 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 30 കിട്ടും. അപ്പോൾ 2-ാം പദം എത്രയാണ് കണ്ടുപിടിക്കുന്നത്? നേരെ ഇപ്പോൾ 3 പദത്തിൻ്റെ നടുക്കത്തെ പദമല്ലേ 2-ാം പദം. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ ഇവിടെ എത്രയാണ്? 2-ാം പദം എന്ന് പറയുന്നത് x2 = 30നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 10 എന്ന് കിട്ടും. ഇപ്പോൾ x2 10 കിട്ടി. അതുപോലെ തന്നെയാണ് 7ൻ്റെ മധ്യപദം. 7 പദങ്ങളുടെ മധ്യപദം ഏതാണ്? മധ്യപദം എന്ന് പറയുന്നത് ഏതായിരിക്കും? മധ്യപദം എന്ന് പറയുന്നത് x7, 7-ാം പദമല്ലേ? x7 എന്ന് പറയുന്നത് 7 1 8, 8ൻ്റെ പകുതി എത്രയാണ്? 4. ഇപ്പോൾ x4 മധ്യപദം. മധ്യപദം നമുക്ക് കാണാൻ നമുക്കറിയാലോ. x4 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 140 എന്നാണ് നമ്മുടെ തുക പറഞ്ഞേക്കുന്നത്. 1 2 3 4 5 6 7 വരെ കൂട്ടിയപ്പോൾ 140 കിട്ടി. അപ്പം അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുന്നു, 7 കൊണ്ട് ഹരിക്കുന്നു. 2 7 14 20 എന്ന ആൻസർ വരും. ഓക്കെ, 20 എന്ന ആൻസർ. ഈ 7ഉം 140 കൂടെ വിട്ടും ഇവിടെ എത്രയാണ് കിട്ടുന്നത്? ഇവിടെ 2 എന്ന് കിട്ടും, ഇവിടെ 20 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? x4 കിട്ടി, x2 കിട്ടി. ഇനി നമുക്ക് എളുപ്പമല്ലേ, സുഖമല്ലേ? ഇനി എന്താണ് കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ ഞാൻ പറയാം എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. x1 അറിയില്ല അല്ലേ? നമുക്ക് ശ്രേണി കണ്ടുപിടിക്കണം. x2 അറിയാം. x2 എത്രയാണ്? x2 എന്ന് തന്നെ എഴുതാം അല്ലേ? x2 നമുക്ക് കിട്ടിയേക്കുന്നത്. ഇവിടെ കിട്ടിയേക്കുന്നത് 10 എന്ന് പറയുന്നത് 10. പിന്നെ 3 അറിയാവോ? ഇല്ല, x3 തന്നെ കൊടുക്കുക. പിന്നെ എന്താ? പിന്നെ നമുക്ക് 4 അറിയാം അല്ലേ? 4 20 എന്നറിയാം. എന്നാലും ഈ 3-ാം പദം കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഈ 2ഉം കൂടെ കൂട്ടിയിട്ട് ഇത് 2ഉം കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഹരിക്കുക. നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത്. അതായത് ഇതാണ് ജോഡിയാണ്. ജോഡിയുടെ തുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ 3-ാം പദം. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ? x4 x1 x2 x4 അല്ലേ? ഇത് x2, ഇത് x2, ഇത് x4. ഇപ്പം 4 2 എത്ര? 6. 6ൻ്റെ പകുതിയല്ലേ 3. ഇപ്പം എന്താ ചെയ്യുന്നത്? ഈ 10ഉം 20ഉം കൂടെ കൂട്ടിയിട്ട്, ഇപ്പം നമ്മുടെ x3 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 10 20ഉം കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി കാണുക. 20 10 30. 30ൻ്റെ പകുതി എത്രയാണ്? 15 എന്ന് വരും. അപ്പം നമുക്കിവിടെ ഇത് എത്ര കിട്ടും? x3 എന്ന് പറയുന്നത് 15 എന്ന് കിട്ടും. ഇത് 15 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ശ്രേണി ഇപ്പോൾ ഇവിടെ എത്രയാണ്? നമ്മുടെ പൊതുവ്യത്യാസം വരുന്നത് 10 5 15 15 5 20. ഇപ്പോൾ ഇവിടെ 1-ാം പദം എത്ര കിട്ടുന്നത്? 1-ാം പദം 5 എന്ന് കിട്ടും. പൊതുവ്യത്യാസം എത്രയാണ്? എത്രയാണ്? d = 5 എന്ന് വരും. അതുപയോഗിച്ച് നമുക്ക് ബാക്കി ശ്രേണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഇവിടെ ഒരു സമാന്തര ശ്രേണിയിലെ ഈ ക്വസ്റ്റ്യനാണ് കേട്ടോ. 28ാമത്തെ നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ 11ാം പദത്തിൻ്റെയും 21ാം പദത്തിൻ്റെയും തുക 80 ആണ്. ഇപ്പോൾ 11ാം പദം എന്ന് പറയുന്നത് എക്സ് 11, പിന്നെ ഏതാണ് എക്സ് 21, എക്സ് 21, 21ൻ്റെയും തുക എത്രയാണ് 80 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതായത് 16ാം പദം എത്രയാണ്? 16ാം പദം എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് 16. ഓക്കെ, അത് ഒരു ക്വസ്റ്റ്യൻ. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്? ഇത് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് എക്സ് 11ഉം എക്സ് 21ൻ്റെയും തുക 80 ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം നോക്കുന്നുണ്ട്. ഇവിടെ തുക നോക്കുമ്പോൾ ഇവിടെ കണ്ട് 11ഉം 21ഉം 11ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 21ഉം 11ഉം കൂടെ കൂട്ടി നോക്കുക. 21ഉം 11ഉം അപ്പോൾ എത്ര കിട്ടും? 32 എന്ന് കിട്ടും അല്ലേ? 21ഉം 10ഉം 31 32 എന്ന് കിട്ടും. 32ൻ്റെ പകുതി കാണുക. ഇതിൻ്റെ പകുതി എത്രയാണ്? 16. നമ്മളോട് ചോദിച്ചിരിക്കുന്നതും 16ാം പദമല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞേ, ഇത് ഒരു ജോഡിയുടെ തുകയാണ്. ഈ ജോഡികളുടെ 11ാം പദം തൊട്ട് 21ാം വരെയും പദങ്ങളുടെ മധ്യപദമാണ് 16ാം പദം. അപ്പോൾ എത്ര കിട്ടണ്ടേ? എന്താണ് ചെയ്യേണ്ടത്? 80നെ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് മധ്യപദം കിട്ടും. അപ്പോൾ എത്ര ആൻസർ കിട്ടുന്നത്? 40 എന്ന് കിട്ടും. അതാണ് ആൻസർ. 16ാം പദം എത്രയാണ്? 40. ഇനി പദങ്ങളുടെ സംഖ്യ ഇരട്ടസംഖ്യയാണെങ്കിൽ, പദങ്ങളുടെ തുക ഇരട്ടസംഖ്യയാണെന്നെങ്കിൽ എന്താണ് പറഞ്ഞത്? പദങ്ങളുടെ തുക, പദങ്ങളുടെ എണ്ണം ഇരട്ടസംഖ്യയാണ്. ഇരട്ടസംഖ്യയാണെങ്കിൽ അവിടുത്തെ ജോഡികളുടെ എണ്ണത്തെ എന്ത് ചെയ്യും? നമ്മൾ പഠിച്ചത് എന്താണ്? ജോഡിയുടെ എണ്ണത്തെ, അതായത് ജോഡിയുടെ തുക കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് പദങ്ങളുടെ തുക കിട്ടും. അതായത് പദങ്ങളുടെ തുകയെ ജോഡിയുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു ജോഡിയുടെ തുക എന്ന് കിട്ടും. അപ്പോൾ അത് വെച്ച് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഒരു സമാന്തര ശ്രേണിയിലെ ഈ ക്വസ്റ്റ്യനാണ് കേട്ടോ. ആദ്യത്തെ 4 പദങ്ങളുടെ തുക 140 ആണ്. ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100 ആണ്. ആയാൽ 4 സമാന്തര ശ്രേണികൾ എഴുതാനും. ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100 ആയ 4 സമാന്തര ശ്രേണികൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? 4 പദങ്ങളുടെ തുകയാണ് വേണ്ടത്. ഇപ്പോൾ x1, x2, x3, x4 എന്ന് വരും. ഇപ്പോൾ എന്താണ് ഇവിടുത്തെ, അതായത് ജോഡി, എത്ര ജോഡികളാണ് ഇവിടെ വരുന്നത്? 2 ജോഡിയാണ് വരുന്നത് അല്ലേ? 2 ജോഡിയാണ് വരുന്നത്. ഒരു ജോഡിയുടെ തുക എത്രയായിരിക്കും? ഇവിടെ 2 ജോഡിയേ ഉള്ളൂ. ഇപ്പോൾ 100/2 എത്രയാണ്? 50 ആണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് എന്താ ഇവിടെ x1, x2, x3, x4. ഇപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴും 50 കിട്ടണം. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴും എത്ര കിട്ടണം? 50 ആണ് കിട്ടുന്നത്. അപ്പോൾ ആ രീതി വരുന്ന രീതിയിൽ നമ്മൾ ശ്രേണി എഴുതുക. അപ്പോൾ ഇവിടെ ഇത് രണ്ടും കൂടെ വരുന്ന രീതിയിൽ 50 കിട്ടണം അല്ലേ? ഇത് എത്ര കിട്ടണ്ടേ? 50 കിട്ടണം. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ 50 കിട്ടുന്ന ഏതൊക്കെ തുകയുണ്ട്? 50 കിട്ടണമെങ്കിൽ നമ്മൾ ഒരു 2 നമ്പർ എടുക്കുക. കൂട്ടുമ്പോൾ 50 കിട്ടണം. 30ഉം 20ഉം 50 ആണല്ലേ? ഇപ്പോൾ എത്ര? 20 + 30 50 ആണ്. പ്ലസ് ഇടണ്ട. 20ഉം 30ഉം കൂടെ കൂട്ടുമ്പോൾ 50 ആണ്. ഇപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ എത്രയാണ് പൊതുവ്യത്യാസം വന്നേക്കുന്നത്? ഇവിടെ 10 ആണ് പൊതുവ്യത്യാസം വന്നത്. ഇപ്പോൾ ഇവിടുന്ന് 10 കുറയ്ക്കുക. ഇപ്പോൾ എത്ര കിട്ടി? 10. ഇവിടുന്ന് 10 കൂട്ടുക. എത്ര കിട്ടി? ഇവിടെ 30ഉം 10ഉം 40. ഇപ്പോൾ നോക്കിക്കേ, 40ഉം 10ഉം 50, 30, 20, 50. അപ്പോൾ ഇത് ടോട്ടൽ എത്രയായി? 100 ആയില്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എടുക്കുക. നടുക്ക് കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 50 കിട്ടണം. അത് ഏത് സംഖ്യ വേണേലും എടുക്കാം. 2ാം പദവും 3ാം പദവും കൂട്ടുമ്പോൾ 50 കിട്ടണം. അപ്പോൾ നമ്മൾ 15നോട് എത്ര കൂട്ടുമ്പോൾ 50 കിട്ടുന്നേ? 35. 15ഉം എത്ര? 35. ഇപ്പോൾ 15ഉം 35ഉം കൂടെ കൂട്ടുമ്പോൾ 50 ആണ് കിട്ടുന്നത്. 30, 35, 5 എത്ര? 40, 10, 50. ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാണ് വരുന്നത്? 15, 20 ആണ് പൊതുവ്യത്യാസം വരുന്നത്. ഇപ്പോൾ ഇവിടെ അടുത്ത സംഖ്യ എത്രയായിരിക്കും? 35 ആണ്. അപ്പോൾ 45, 55 ഇവിടുത്തെ സംഖ്യ വരും.
ഇവിടെ വരുമ്പോഴോ എത്രയാണ് വരുന്നത്? ഇവിടെ എത്രയാണ്? 20 കുറയ്ക്കണം. 20 കുറയ്ക്കുമ്പോൾ പറയുമ്പോൾ എത്രയാണ്? 15 മൈനസ് 20 ഇപ്പോൾ 20ൽ നിന്ന് 15 കുറയ്ക്കുക. എത്ര കിട്ടും? 5 എന്ന് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. -5 എന്ന് വരും. അപ്പോൾ ഇങ്ങനെ മൈനസൊന്നും വരുന്നുണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ കൂട്ടുമ്പോൾ 50 കിട്ടുന്ന സംഖ്യകൾ എഴുതുക. ഇപ്പോൾ വേറെ ഒരു നമ്പർ നോക്കുകയാണെങ്കിൽ 42 10 40 40 10 50. അപ്പം 40 കൂട്ടുമ്പോൾ ഇവിടെ എത്രയാണ് വരുന്നത്? 10 20 30 40 30 കൂട്ടുന്നത്. ഇപ്പോൾ 40 30 70 വന്നേക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യണം? 30 കുറയ്ക്കണം. 30 കുറയ്ക്കണമെങ്കിൽ 30ൽ നിന്ന് 10 കുറയ്ക്കുക 20. എന്നിട്ട് എന്ത് ചെയ്യുക? മൈനസ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ 4-5 സമാന്തര ശ്രേണികൾ നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. കൂട്ടുമ്പോൾ 50 കിട്ടിയാൽ മതി. നടുക്കത്തെ കൂട്ടുമ്പോൾ 50 കിട്ടുന്ന ഏത് സംഖ്യ വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആ സമാന്തര ശ്രേണി എഴുതാം. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ ഏഴാം പദത്തിൻ്റെയും 8ാം പദത്തിൻ്റെയും തുക 50. അപ്പോൾ ഇവിടെ ഒരു സമാന്തര ശ്രേണിയാണ്. അതിൻ്റെ 7ാമത്തെ പദത്തിൻ്റെയും 8ാമത്തെ പദത്തിൻ്റെയും തുക. അപ്പോൾ x7 x8 കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? തുക എന്ന് പറയുന്നത് 50 കിട്ടി. നടുക്കത്തെ ഏതോ 2 പദങ്ങൾ 7ഉം 8ഉം കൂടെ കൂട്ടിയപ്പോൾ 50 കിട്ടി. എന്താണ് പറഞ്ഞേക്കുന്നത്? ആദ്യത്തെ 14 പദങ്ങളുടെ തുക കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 14 പദങ്ങളുടെ തുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ 14 പദങ്ങളാണ് നോക്കേണ്ടത്. ആദ്യത്തെ 14 പദങ്ങളുടെ തുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 7ഉം 8ഉം എന്ന് പറയുന്ന നമ്പർ എന്ന് പറയുന്നത് 14 നമ്പേഴ്സിൻ്റെ മധ്യപദമാണ് വരുന്നത്. അപ്പോൾ 14ൻ്റെ പകുതി എത്രയാണ്? 14 പദങ്ങളുണ്ട്. x1 തൊട്ട് x14 വരെയും 14 പദങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ മധ്യപദമാണ്. അതായത് 14ൻ്റെ പകുതി എത്രയാണ്? 14ൻ്റെ പകുതി 7. അപ്പോൾ 7ഉം അതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടുക 8ഉം. അപ്പോൾ 14 എന്ന് പറയുന്നത് എന്താണ്? ഇരട്ട സംഖ്യയാണ്. അപ്പോൾ 7ഉം 8ഉം അതിൻ്റെ ജോഡി എന്ന് പറയുന്നത്. അപ്പോൾ 14ൽ എത്ര ജോഡി ഉണ്ടാവും? 7 ജോഡിയാണ് വരുന്നത് അല്ലേ? 7 ജോഡി ഉണ്ട്. 14 എന്ന നമ്പറിൽ 7 ജോഡിയുണ്ട്. അതിലെ ഒരു ജോഡിയുടെ തുകയാണ് നമുക്ക് തന്നിരിക്കുന്നത് 50 എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു എത്ര ജോഡിയുണ്ട് ഇവിടെ? 7 ജോഡിയാണുള്ളത്. 7 ജോഡി. അപ്പോൾ നമ്മൾ തുക കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? തുക കണ്ടുപിടിക്കുന്നത് നമ്മൾ എന്താണെന്ന് പറഞ്ഞേ? ജോഡിയുടെ എണ്ണം. 7 ജോഡിയെ 7നെ എന്ത് കൊടുക്കുന്നു? ഒരു ജോഡിയുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് അതിൻ്റെ തുക കിട്ടും. എന്താണ് പറഞ്ഞത്? ഒരു ജോഡി, അതായത് ഒരു ജോഡിയുടെ തുകയെ ജോഡികളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? തുക കിട്ടും. ആ പദങ്ങളുടെ ടോട്ടൽ ജോഡികളുടെ എല്ലാ ജോഡികളുടെയും കൂടെ പദത്തിന് തുക കിട്ടും. ഇപ്പോൾ 7 ജോഡി, ഒരു ജോഡിക്ക് 50, വേറൊരു ജോഡിക്ക് അതും 50, അങ്ങനെ 7 ജോഡികളുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, 50 + 50 + 50 + അങ്ങനെ 7 പ്രാവശ്യം 50 കൂട്ടുമല്ലേ? അപ്പോൾ 50 × 7 അത്രേ ഉള്ളൂ. 7 35 350 എന്ന് വരും ആൻസർ.